കാലിന്റെ പേരിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഞാൻ കല്യാണം കഴിച്ച ഒരു മോളുണ്ട്. ഒരു മാസം എൻ്റെ കൂടെ, ആ ഒരു മാസം തന്നെ വെച്ചാൽ അവർ പോയി. അവർ വേറെ കല്യാണം കഴിച്ചു. എൻ്റെ മോളും വരും, മോളും മിണ്ടത്തൊന്നുമില്ല. മോൾക്ക് 10-14 വയസ്സല്ലേ ഉള്ളൂ. അവർക്ക് സമയം മിണ്ടാനുള്ള ഇതായി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിൽ കൂടുതൽ വിഷമമൊന്നും എനിക്ക് കാല് മുറിച്ചില്ല പറയാതിരിക്കുന്നില്ല. അത് പറഞ്ഞ് ഇനി ഞാനും സങ്കടപ്പെടും, കരയും. നടക്കാനായി ഒരു വെപ്പുകാല് വേണം. ഒരു കാൽ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അധ്വാനിക്കാതെ മാറി നിന്നിട്ടില്ല ഇദ്ദേഹം. ഈ ഒരു കാലുപയോഗിച്ച് വയ്യാത്ത അമ്മയെ പോറ്റാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദനകളില്ല. കാല് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെയും മകളെയും പോലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഈ മനുഷ്യനെ നിങ്ങൾ ഒന്ന് പരിഗണിക്കില്ലേ? സുരേഷ് ചേട്ടാ നമസ്കാരം. ഈ കാല് നഷ്ടപ്പെട്ടിട്ടും ഈ ഓട്ടോ ഓടിക്കാൻ തോന്നിയത് എന്തുകൊണ്ടായിരുന്നു? അത്രയൊരു വയ്യായികയിലും ഓട്ടോ ഓടിക്കാൻ തോന്നിയത് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓട്ടോ എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അല്ല, ഇപ്പം ഞാനും എൻ്റെ തള്ളയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾക്കും ജീവിച്ചു പോകാൻ വേണ്ടി എനിക്ക് വേറെ തൊഴിലിപ്പം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വസ്തു ബോണ്ട് വെച്ചാൽ നേരത്തെ ചികിത്സയായിട്ട് കാര്യങ്ങളൊക്കെ പോയതും പിന്നെ കുറച്ച് സഹായങ്ങളെല്ലാം ഉണ്ട്. നന്നിനെ 16 ചാനലൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് സഹായങ്ങളുണ്ടായിരുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്നിരുന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളായി, ഒരുപാട് ബുദ്ധിമുട്ടായി. ഗുളി മേടിക്കാനായാലും ഇപ്പം ഞങ്ങളുടെ കാര്യത്തിനായാലും ഒരുപാട് ബുദ്ധിമുട്ടായപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ സൊസൈറ്റി പോയി സംസാരിച്ച് വസ്തു റീബോണ്ട് വെച്ചിട്ട് പിന്നെ ഒരു ആട്ടോ എടുത്താണ്. ഇപ്പം അങ്ങനെ എടുത്ത് ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം തിരഞ്ഞെടുത്ത് ഞാൻ ഇറങ്ങിയതാണ്. ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി. വീട്ടിലേക്ക് എത്താനായിട്ട് അതിലേറെ കഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കയറ്റവും ഇറക്കവും അല്ലെങ്കിൽ കല്ലുകളും ഒക്കെയാണ്. റോഡോ ഒന്നും മര്യാദക്കുള്ള ഒരു റോഡോ കാര്യങ്ങളോ ഞാൻ കണ്ടില്ല. ചേട്ടൻ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓട്ടോ താഴ്ത്താണ് ഇടുന്നത്, വീട് കുറച്ചുകൂടി മുകളിലാണ്. എങ്ങനെയാ ഇത് രാവിലെ ഇപ്പൊ ശീലമായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല? ശീലമായേണ്ടതല്ല, നമ്മള് നമ്മുടെ പെങ്ങളുടെ പിള്ളേരെ വിളിക്കുന്നത്. ഞാൻ പെങ്ങളുടെ പിള്ളേരാണ് വരുന്നതും അവരെന്നെ രാവിലെ ഞാൻ വിളിക്കും, ചിലപ്പോൾ കൊണ്ടുപോകും, എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുപോകും. രാത്രി വൈകിട്ട് വരുമ്പോൾ വിളിക്കും, തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടാക്കും. ചില സമയത്ത് ഇവരെ കിട്ടത്തില്ല, ചില സമയത്ത് പോകാനും പറ്റത്തില്ല. അന്നേരം നമുക്കിപ്പോൾ ഒരു ബാത്റൂമിൽ പോകണമെങ്കിലോ ഒന്ന് കുളിക്കാൻ പോകണമെങ്കിലോ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്. ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ എപ്പോഴും പെങ്ങളുടെ പിള്ളേരെ കിട്ടണമെന്നില്ല. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പല കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ആ സമയങ്ങളൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ എന്ന് മറിഞ്ഞ് വീണ് കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അങ്ങനെ ആസ്തിലായപ്പോഴാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് അവരെ അടുത്തിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനോ ഒരു വെള്ളം എടുത്ത് കൊടുക്കാനോ ചോറെടുത്ത് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ വിളിച്ച് ഇതിനെ ഏർപ്പെട്ടതും. അത് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് കാല് അത്യാവശ്യമായിട്ട് വേണമെന്നുള്ളത്. എന്നെക്കൊണ്ട് മേടിക്കാൻ നിവൃത്തിയില്ല. നമ്മളെ കൊണ്ട് നമുക്ക് മുട്ടിന് താഴൊക്കെ ഉള്ള എന്തെങ്കിലും പൈപ്പറിൻ്റെ കാല് നമുക്ക് മേടിച്ചു, അത് കൂടി ഒരു 10-20 ഉള്ള ആവത്തി. ഇതുപോലെ മുട്ടിന് മേളിലായതുകൊണ്ട് പൈപ്പിൻ്റെ കാല് വേണം, മുട്ട് വളയുന്ന മോഡലാണ്. പക്ഷേ അതിനൊക്കെ നമ്മളെ കൊണ്ട് നിവർത്തിയുന്നില്ല. അതൊക്കെ ചുരുട്ട് പൈസ, അതൊക്കെ ഒരു പുറത്താകുമെന്നൊക്കെ അവർ പറയുന്നത്. നമ്മുടെ കണക്കൊരാൾ വാളത്തുണ്ട്, ആ ഒരാളും ആട്ടോ ഓടിക്കും. അയാളെ പറഞ്ഞത് 90 രൂപ എന്തോലും ആവും എന്നയാളെന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഈ അമ്മയുടെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് പിന്നെ ഈ ഇടയ്ക്ക് പിള്ളേർ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുക. സ്കൂൾ തുറക്കാൻ പിന്നെ ഇവർ ഒട്ടും കിട്ടത്തില്ല അവരെ. പിന്നെ അന്നേരം എൻ്റെ ബുദ്ധിമുട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള അതിന് മുമ്പേ ഒരു കാല് വെക്കണം എന്നുള്ള വെക്കാം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചേട്ടൻ എന്തായിരുന്നു സംഭവിച്ചത്? കാലിന് എന്തായിരുന്നു സംഭവിച്ചത്? അത് നരമ്പിനകത്ത് ബ്ലഡ് ബ്ലോക്ക് ആയതാണ്. അത് ഇപ്പോഴും നേരത്തെ ബ്ലോക്ക് ആയതാണ്. അത് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഇപ്പോൾ നമ്മൾ 2016 അറിയുന്നത്. നമ്മൾ മുറിക്കായിരിക്കും അവരോടൊക്കെ നോക്കി, പക്ഷേ അത് ഒരുപാട് ബ്ലോക്കായി പോയി. പിന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 2 മെഡിക്കൽ വേറെ കോട്ടയത്തും തിരുവനന്തപുരം ബസ്സിൽ പോയി, പിന്നെ കോട്ടയത്ത് പോയി, പിന്നെ തിരിച്ച് റിട്ടേൺ തിരുവനന്തപുരത്ത് വന്നു. അങ്ങനെ അവിടെ വന്നിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ അടൂർ മൗണ്ട് സീനിൽ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്ന കാര്യം. എങ്ങനെ ഇതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ? ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ അവർ ഇപ്പം ഭയങ്കര ഇതായിട്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇതുണ്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ മരുന്ന് മുടക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് മുടക്കി ഇട്ടേക്കുക. നമ്മളുടെ അന്ന് പെട്ടെന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മുടക്കി ഇട്ടേക്കുക. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഗുളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ബ്ലഡ് ബ്ലോക്കാവാതിരിക്കാനുള്ള ഗുളികൾ ഇപ്പോഴും ഉണ്ട്. അത് ബ്ലഡ് കട്ടിയാവുന്നു, എൻ്റെ ബ്ലഡ് കട്ടിയാവാതിരിക്കാൻ വേണ്ടി ലൂസായിട്ടുള്ള ഗുളികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ കുറച്ച് ആളുകൾ എടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തി വെച്ചേക്കുക അതൊക്കെ. പിന്നെ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പിന്നെ തുടർന്നുകൊണ്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഇതുണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി പോകാനായാലും ഒരു ചായ കുടിക്കാനായാലും 10 പേരെ കാണാനും നമുക്കൊരു വിഷമങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഇല്ല, ഇറങ്ങി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ആകെ വിഷമം എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങിപ്പോക്കും വരക്കും.
അതിപ്പോൾ ഇവരില്ലാത്തതുകൊണ്ട്, ഇവർ 2 ദിവസം എനിക്ക് വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഒരുപാട് അവിടെ ഇരുന്ന് കരഞ്ഞു വരെ പോയി. എന്ന് വെച്ചാൽ ആ ഒരു പെട്ടെന്ന് മുറ്റത്ത് പോകാനും ഒരു വെള്ളം കോരാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഒന്ന് കുളിക്കാനോ പെട്ടെന്നൊന്നും പറ്റത്തില്ല. നമുക്ക് എല്ലാക്കലും കസാരയെ കൊണ്ട് പിടിച്ചുകൊണ്ട് ഒന്തിയൊക്കെ ചെന്ന് അല്ലെങ്കിൽ അവിടെ എല്ലാം പോയിരിക്കും, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വീട്ടിൽ ഇരുന്ന് ഞാനൊന്ന് ഭയങ്കരമായിട്ട് സങ്കടമായി കരയൊക്കെ ചെയ്ത്. അങ്ങനെ ഞാൻ അനന്തചേട്ടനെ വിളിക്കുന്നതും ചെയ്തേ പോലെ എനിക്കൊരു കാലം എവിടെയെങ്കിലും ഒപ്പിച്ച് കിട്ടിയേ പറ്റും, എനിക്ക് തന്നേ പോലെ. എനിക്ക് എങ്ങനെയെങ്കിലും എന്നോട് നിവർത്തിയില്ല, നിങ്ങൾ ആരെങ്കിലും ഇത് വീട് ചെയ്ത് ഏതെങ്കിലും ജനങ്ങൾ വഴി എനിക്ക് ഒരു കാലം ഒപ്പിച്ച് തരണമെന്ന് ഞാൻ അനന്തചേട്ടനോട് പറഞ്ഞു. അങ്ങനെ അനന്തചേട്ടൻ വന്ന് വീട് ചെയ്തു. പക്ഷേ അതൊരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ അല്ലാതെ ഡൽഹി വരെ പോയിട്ട് വരാനുള്ള നിവൃത്തി അതുപോലും എൻ്റെ നിവൃത്തിയില്ല. അതിപ്പോൾ നമ്മൾ അവരെ കൊണ്ട് പോക്ക് കിടക്കത്തില്ല. രണ്ടുപേരെങ്കിലും വേണം, പോയിട്ട് 2 പേര് വേണം. അതിനുള്ള ഒരാഴ്ച ചിലവും കാര്യങ്ങളും അതിനുപോലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതും പോകാത്തത്. പിന്നെ ഇവിടുന്ന് ആരെങ്കിലും സഹായങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്ന രീതിയിൽ. 2016 കാല് നഷ്ടപ്പെട്ടത്. 16 നഷ്ടപ്പെട്ടത്. അന്ന് മുതലേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അവിടെ മുതലേ ഞാൻ ഇതിൻ്റെ ആസ്തി കേസായിട്ട് കയറി ഇറങ്ങി നടക്കും. അതിനു മുമ്പ് ആ കാലുണ്ടായിരുന്നുള്ളൊരു സമയത്ത് ഓടി ചാടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനുശേഷം പെട്ടെന്നൊരു ഡിഫറൻസ് വന്നപ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ മനസ്സുകൊണ്ട്? ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനേക്കായി വലിയൊരു ദുരിതമാണ്. ഞാനിപ്പം കല്യാണം കഴിച്ച ഒരു മോളുണ്ട്. ഇപ്പോൾ 14 വയസ്സായി. എൻ്റെ കാലാകെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം എൻ്റെ കൂടെ, ആ ഒരു മാസം തന്നെ വെച്ചാൽ അവർ പോയി. അവർ വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അതിൽ പിള്ളേരും ഉണ്ട് അവർക്ക്. വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട്. അവരെ വീട് തൊട്ട് മേളിൽ അവരെ ചേട്ടത്തെ വീട് ഇവിടെ വരും. എൻ്റെ പെണ്ണുപിള്ള ഞാൻ കെട്ടിക്കൊണ്ടുവന്ന അവളും ഇപ്പോഴത്തെ കെട്ടിയവനും ഇപ്പോൾ ഉണ്ടായി കൊച്ചുകൂടാണ്ട് ഈ തൊട്ട് മേളത്തെ വീട്ടിൽ വരും. അവരെ സ്വന്തം ഏറ്റവും മൂത്ത ചേട്ടത്തിയാണ് താമസിക്കുന്നത്. ഈ ഒരു വാർത്ത വീട് കാണുന്നുണ്ട് അവിടെ. എൻ്റെ മോളും വരും. മോളും മിണ്ടത്തൊന്നുമില്ല. മോൾക്ക് 14 വയസ്സല്ലേ ഉള്ളൂ. അവർക്ക് സമയം മിണ്ടാനുള്ള ഇതായി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിൽ കൂടുതൽ വിഷമമൊന്നും ഇപ്പോൾ എനിക്ക് കാല് മുറിച്ചില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ വിഷമം എന്ന് വെച്ചാൽ എന്നെ ഇറങ്ങി നടക്കാൻ എൻ്റെ വെച്ച് താമസിച്ച് വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ രാവിലെ ഇറങ്ങി പോകണമെങ്കിൽ ഒരു ഓട്ടത്തിന് ഇറങ്ങി പോകണമെന്ന് വെച്ച് താമസിച്ച് വന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഇവരാരും സഹായം കയറിപ്പാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഇത് ചെയ്യാനുള്ളത്. ഈ കാലിൻ്റെ പേരിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഒരുപാട് അതൊന്നും പറയാതിരിക്കുന്നില്ല. അത് പറഞ്ഞ് ഞാനും സങ്കടപ്പെടും, കരയും. അതൊന്നും. മോളിപ്പോ മിണ്ടാത്തതിൻ്റെ റീസൺ എന്താ? മോള് മിണ്ടാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിന് അവർക്ക് 14 വയസ്സല്ലേ ഉള്ളൂ. അത് നമുക്ക് ഇഞ്ഞിട്ട് വന്ന് മിണ്ടി അവരെന്തെങ്കിലും അടിക്കുകയോ എന്തെങ്കിലും ചെയ്താലും അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും, മോൾക്ക് ഇഷ്ടമായിരിക്കും. ചില മോൾക്ക് മിണ്ടാൻ താല്പര്യം അങ്ങനെ കാണിച്ച് അവരെന്തെങ്കിലും ഉപദ്രവിക്കുന്ന പേടിച്ചായിരിക്കാം. അച്ഛനാണെന്നുള്ളൊരു അതറിയാമല്ലോ. അതിനി അവൾക്ക് തോന്നുന്ന സമയത്ത് വരട്ടെ. അവൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന സമയമുണ്ടല്ലോ, ഇന്ന് വരട്ടെ എന്ന് വിചാരിച്ചു. മോൾക്കറിയോ അച്ഛന് കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്? പിന്നെ അറിയാമായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിലിപ്പോൾ നടന്ന് പോകുന്നതും വരുന്ന ചില സമയങ്ങൾ അവരോട് വരുമ്പോൾ കാണുന്നില്ലേ, അവരെ കാണുന്നത്, അവരെല്ലാവരും കാണുന്നതാണ്. ഞാൻ പോകുന്നതും വരുന്നതെല്ലാം അവർ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മോള് വരുന്നു? ഇല്ല, അങ്ങനെ നേരിട്ട് കണ്ടിട്ട് സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ അവരിവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. മോളും ഞാൻ കട്ടിക്കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെ മൈൻഡൊന്നും ചെയ്യാറില്ല. ഞാൻ അമ്മയോടും മിണ്ടാറില്ല. സങ്കടങ്ങളാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങളേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് ഇറങ്ങി നടക്കുന്നുണ്ടാണ് ഇതെല്ലാം ഉള്ളിൽ വെച്ച് ചാനൽ കൂട്ടുകാരുടെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. വീട്ടിൽ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തിങ്ങനെ ഇരുന്നത്. ഈ ചേട്ടൻ പറഞ്ഞല്ലോ അതിനെക്കാട്ടിലും വലുതായിരുന്നു ലൈഫിലുണ്ടായത് കുറച്ചുള്ള ബുദ്ധിമുട്ടുകളെന്ന്. അതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാലുണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓടിച്ചാടി നടന്നു. പെട്ടെന്ന് നമ്മൾ തൊടുമ്പോ അവിടെ ഇല്ല, ആ ഒരു ഭാഗം അവിടെ ഇല്ല എന്ന് കാണുമ്പോഴേക്കുള്ള ഒരു ബുദ്ധിമുട്ട്. മടിക്കൊള്ളച്ച് മുറിച്ച് അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതൊക്കെ ആയി. പിന്നെ അത് കാല് അവിടെ ബ്ലഡ് ഫുള്ള് താപ്പിട്ട് ബ്ലോക്കായി, അവിടെ മുറിവായി. പിന്നെ മുറിവ് കരിയത്തില്ലെന്നായി. എന്നിട്ട് അത് ആ ബ്ലഡ് ഓട്ടം തുടങ്ങുന്ന ഭാഗം ഇല്ലാത്ത ഭാഗം വരെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കറക്റ്റാവും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ നേരത്തെ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഓടിച്ചാടി നടന്നാലും പിള്ളേരോട് ക്രിക്കറ്റ് കളിക്കാനായാലും ഒരുപാട് പണികളും കാര്യങ്ങളും ഒറ്റൊരു പണിക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ പെട്ടെന്നൊരു കാലത്ത് നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇനി ഓട്ടോയും കൊണ്ടൊന്നും നടക്കണ്ട, വീട്ടിൽ വല്ലയിടത്ത് ഇരുന്നൂടെ അങ്ങനെയൊക്കെ? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും ഇല്ല, അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാരും
പണിയെടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് സ്റ്റാൻഡ് ഇപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് സ്റ്റാൻഡിലെ ആട്ടക്കാരൊക്കെ. ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയെ മറ്റേ വണ്ടി ഓടിക്കാൻ ചെല്ലുന്നതുകൊണ്ടും അവനൊരു ജീവിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ, അവന് വെറുതെ വീട്ടിലിരിക്കില്ല, അവന് വന്നൊരു 10 രൂപ ചായ പിടിക്കാൻ ആരും കെഞ്ചണ്ട, അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് നമ്മളെ നല്ല സപ്പോർട്ടാണ് സ്റ്റാൻഡുകാർക്കൊക്കെ. ആ ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയത് അല്ലേ? ഈ ജോലി ചെയ്യാന്ന് വെച്ചാൽ ഈ ജോലി നേരത്തെ അറിയാവുന്നത് കൊണ്ട് വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ ഒന്ന് ആരെങ്കിലും ഇപ്പോൾ തെണ്ടി പിഷെടുക്കാൻ പോകണമെങ്കിൽ ഒരു കാലില്ലാതെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കാലുണ്ടെങ്കിൽ നടന്നു പോയാലും എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അന്ന് ഇത് അറിയാവുന്നതുകൊണ്ട് ഇതുപോലെ കാലക്ലച്ച് വണ്ടി നമ്മളിത് കയ്യിലാക്കിയോണ്ട് ഇത് കയ്യിലാക്കിയേക്കോ, കാലക്ലച്ച് വണ്ടി കയ്യിലാക്കിയോണ്ട് നമുക്കത് ഓടിക്കാം, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇത് ഓടിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്നു. ഇപ്പോൾ കാലിന്റെ കാര്യത്തിന് വേണ്ടി യൂസഫ് അലി സാറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയതില്ലേ, ഞാനിവിടെ തലേന്ന് രാത്രി ഇവിടുന്ന് പോയി പിറ്റുന്ന വെളുപ്പിനോടെ ചെന്ന് തൃപ്രയാർ എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല. സാറോടെ ഇല്ല, സാറോടെ വരത്തില്ലെന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥന സമയത്താണ് സാറ് ചില സമയങ്ങളിലാണ്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എറണാകുളത്താണ്ട് പോകണം എന്നാണ്ട് എന്നോട് പറഞ്ഞായിരുന്നു. അന്നേരം അവിടെ സെക്യൂരിറ്റി പറഞ്ഞ് കാണാൻ പറ്റത്തില്ല, പിന്നെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ സാറ് ചെയ്യാൻ ചില സമയങ്ങൾ പാർട്ടി വ്യവസ്ഥയിലൊക്കെ ആണെങ്കിലും സാറ് ചെയ്യത്തുള്ളൂ, അല്ല ചെയ്യാൻ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിരാശയായിട്ട് ഞങ്ങൾ പോകുന്നത്. അത് ഇവിടുന്ന് പോയെന്തൊരു ബുദ്ധിമുട്ട് ഇവിടുന്ന് പോയെന്നറിയാമോ. ഇതുപോലെ കമ്പ് പിടിച്ച് നമ്മുടെ പെങ്ങളുടെ മോനെ വിളിച്ചുകൊണ്ട് കൂട്ടി പോയത്. പക്ഷെ അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയല്ലേ പോയത്, പക്ഷെ അത് നടന്നില്ല. സാറിനെ കാണാനും പറ്റുന്ന സാറിൻ്റെ ഒരു വെബ്സൈറ്റിലായിട്ട് കയറി ചെയ്യാൻ പറഞ്ഞ് സാറ് ചിലപ്പോൾ അത് കാണുമെന്നുണ്ടെങ്കിൽ കിട്ടും, അത് ഒന്ന് ചെയ്തിട്ട് ഒന്നുകൂടെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്തില്ല. പിന്നെ അവിടെ വരെ പോയിട്ട് വെറുതെ പൈസയും ചിലവ്, അതും 2 മാസത്തെ പെൻഷൻ എനിക്ക് കിട്ടിയിട്ട് ആ പെൻഷൻ പൈസയും കൊണ്ടാണ് പോയത് ഞാൻ. അങ്ങനെ നിരാശയായിട്ട്. എവിടെയായിരുന്നു പോയത്? തൃശ്ശൂരാണ് പോയ സാറിന്. തൃശ്ശൂർ തൃപ്രയാർ അവിടെ നിന്ന് ആട്ടോ വിളിച്ചാൽ പോയത്. സാറിനെ അവിടെ കൊണ്ടാക്കിയാണ്. അല്ലാതെ ഈ വീഡിയോ ഇറങ്ങിയ ഒരു സമയത്തുണ്ടല്ലോ, ഏതെങ്കിലും കോൾസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ കാലിന്റെ കാര്യം സഹായം ചെയ്യാം എന്നുള്ള രീതിയിൽ? ഞാൻ ഇപ്പോൾ ഈ ആന്റിച്ചേട്ടൻ ചെയ്തതിന് ശേഷം ഒരാൾ വന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഒരു ചേച്ചി എന്നെ വിളിച്ച് സംസാരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ചേച്ചി എന്നെ വിളിച്ച്. നേഴ്സൊന്നുമല്ല, അത് നേഴ്സ് സംസാരിച്ച് അതെൻ്റെ വീടിൻ്റെ എൻ്റെ വീട് അന്ന് ആ സമയത്ത് വീടിൻ്റെ മേൽക്കൂരെല്ലാം പോയി. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, ആകെപ്പാടെ കഷ്ടപ്പാട്ട് ജീവിച്ചു ആ സമയം. അന്ന് ആ വീട് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്തപ്പോൾ അന്ന് ഇറ്റലിയുള്ള സിസ്റ്റർ ഇവിടെ ഉള്ളതാ, പക്ഷെ കാണാൻ പോയില്ല. ഞങ്ങൾ സ്റ്റാൻഡ് ഭാഗത്തുള്ളതാണ്. കണ്ടിട്ടില്ല ഇതുവരെ? കണ്ടിട്ടില്ല. കാണാൻ പോകണമെന്ന് വെച്ചാൽ നടന്ന അവരെ പിന്നെ അങ്ങനെ 2 ആശുപത്രി വന്നായിരുന്നു, പക്ഷെ അന്ന് പോകണമെന്ന് വെച്ചാൽ നടന്നില്ല. ഇനി പോയിട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അവരൊന്നും ഞങ്ങൾക്ക് ആ വീട് ഫുള്ള് മേൽക്കൂര ഫുള്ള് മാറ്റം. ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഫുള്ള് ഞങ്ങൾക്ക് മാറി തന്നായിരുന്നു. ഇപ്പൊ ഇനി കാലിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? കാരണം വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. അപ്പൊ ചേട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നെങ്കിലാണെങ്കിലും ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് നടക്കാൻ. മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടതാണ്, എനിക്ക് പേടിയായിരുന്നു ചേട്ടൻ ഇറങ്ങി വരുമ്പോ തെന്നോ ഇല്ലയോ ഒരാളെ പിടിച്ചോണ്ട് തന്നെ വന്നിട്ട് തന്നെ പാടാ ഇറങ്ങി വരാൻ. ഇതൊക്കെ എനിക്കിപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ എനിക്കൊരു കാല് അത്യാവശ്യമായിട്ട് വേണം. അതിൻ്റെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ. അത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ജനങ്ങൾ കാണുന്നവർ ഒരു കാല് സംഘടിപ്പിച്ച് തരിക, അത് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എനിക്ക് കാല് സംഘടിപ്പിച്ച് തന്നാൽ അത്രയും നല്ലത്. അല്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനും ഇതിന് മുമ്പിൽ വരാനും താല്പര്യപ്പെട്ടത്. ഈ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ചേട്ടൻ അത് എങ്ങനെയാ എടുത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. ഈ പെട്ടെന്ന് കാല് നമ്മുടെ അടുത്തുനിന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും അന്നൊക്കെ നരകിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഇവിടെ നരകിച്ചത്. ഞാൻ ഇവിടെ കാല് പഴുത്തു, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് പൈസ ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് കാല് പുഴു വരെ ഞാൻ പുഴുവിനെ ഞൊടിച്ച് കളഞ്ഞിട്ടുണ്ട് എൻ്റെ കാലയിൽ. ഞാൻ അത്ര സഖിയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നതിനാണ്. ഞാൻ ഒരുപാട് ദുരിതം അനുഭവിച്ച് വന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നെങ്കിലും എൻ്റെ വണ്ടിയാണ് നിൽക്കുന്ന, ഞാൻ പുഴുവിനെ ഞൊടിച്ച് കളഞ്ഞിട്ടുണ്ട് എൻ്റെ കാലയിൽ നിന്ന്. പൈസ കിട്ടും, പൈസ നമുക്ക് അന്നേരം നമ്മുടെ വഴി മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ധൈര്യമായിട്ട് ഞാൻ ഇരുന്നതാണ്. ഞാൻ ഇരുന്നിരുന്ന് എൻ്റെ ഈ ഏൺഭാഗം വരെ തന്നെ മൊത്തം പൊട്ടി വരെ പോയതാണ്. ഒറ്റ ഇരിപ്പായിരുന്നു ഇരിക്കുന്നത്. ഞാൻ ഉറങ്ങുന്നത് ഒരു കയറ് കെട്ടിയിട്ട് എനിക്ക് എല്ലാം ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോൾ തറ വീഴും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ അങ്ങ് ഒരുപാട് സങ്കടപ്പെട്ട് ഞാനങ്ങ് മരിച്ചു പോകുന്ന രീതി ഒരു വാശി കൊണ്ട് കയറി വന്നതാണ് ഞാൻ. അതൊരു വാശി കൊണ്ട് കയറുന്ന ഞാൻ പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ചേട്ടൻ ചെയ്തതെന്ന് അന്ന് കുറച്ച് സഹായങ്ങൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. എനിക്ക് അന്നൊരു 91 രൂപ അടുപ്പിച്ച് എനിക്ക് സഹായങ്ങൾ കിട്ടിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി എല്ലാം ചെയ്തു. അന്നത്തേന് നമുക്ക് പൈസ വേറെ ആൾ പൈസ ചോദിച്ചിട്ടുണ്ട്. ആ പൈസ കിട്ടാൻ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് പോയത്. അങ്ങനെയാണ് കാല് മൊത്തം ഇങ്ങനെ ആയിപ്പോയത്.
അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നല്ലേ? കാരണം വേറെ ആരും നോക്കാനും ഇല്ലാതെ. അതൊക്കെ കണ്ടാൽ ഞാൻ പറയാനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ സഹിക്കത്തുമില്ല, സങ്കടങ്ങളായി പോകും. പിന്നെ ഞാനിരുന്ന് കരയും. പിന്നെ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സങ്കടങ്ങളൊക്കെ ഒരുപാട് സഹിച്ചു കയറി വന്നതാണ്. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കാലാണ് വേണ്ടിയത്. അത് മേടിക്കാൻ എൻ്റെ നിവൃത്തിയില്ല. അത് കാണുന്നവർ പറ്റുമെങ്കിൽ സഹായിച്ച് ഒരു കാല് മേടിച്ചു തരാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരിക. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ തള്ളയല്ലോ ഉള്ള, വേറെ ആരുമില്ല. അവർക്ക് ഇനി ഇത്രയും എന്നെ പെറ്റി വളർത്തിയിട്ട് ഇനി അവർക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട്, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. ഇനി പിന്നെ ഞാൻ ഇനി ഏത് കാലത്താണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ആശുപത്രി പോയ സമയത്ത് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് പറയുന്നത്. ചിലപ്പോൾ പിള്ളേരെ കിട്ടാൻ പാടാണ്. എന്നെ കൊണ്ടുപോകുന്ന മാത്രമല്ല, നമുക്കിപ്പോൾ ആശുപത്രി പോയി ഒരു OP എടുക്കണമെങ്കിൽ ഇപ്പോൾ അമ്മ ആശുപത്രി പോയി ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അഡ്മിറ്റായിരുന്നു. എനിക്കൊന്ന് കയറി കാണാനോ ഒരു വെള്ളം മേടിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. ഞാൻ വണ്ടി കൊണ്ട് വെളിയിടുക, അവിടെ പോയി കയറ്റിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ പറ്റത്തില്ല. നമുക്ക് പോയി ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല പോയി. ഇനി ഇവരാരും വന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അതുപോലെ ഈ വണ്ടി പോകുന്ന വഴിക്കൊന്ന് കംപ്ലൈൻ്റ് ആയി എനിക്ക് ഇറങ്ങാൻ പറ്റും, എനിക്ക് വണ്ടി തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മളാരെങ്കിലും കൂട്ടുകാരെ വിളിക്കണം, പിന്നെ അവർ അവരുടെ സ്ഥലത്തുണ്ടെങ്കിൽ വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ. ഇനി ട്രീറ്റ്മെന്റിന്റെ കാര്യം ഇനി പൈസ കിട്ടിയാലേ എനിക്ക് ആവശ്യം. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇനി അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇനിയും ചികിത്സകളുണ്ട്. എനിക്ക് ഇനി പിന്നെ ഹാർട്ടിന് ഇനിയും കംപ്ലൈൻ്റ് ഉണ്ട്. അവിടെ മറ്റേ ഈ കാലിൻ്റെ വാൽവിനും അവിടെ ചുരുങ്ങിയിരിക്കുക നരമ്പ്. അതും അന്ന് കട്ട് ചെയ്ത് കളയണം. 1 വർഷം കഴിഞ്ഞ് അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ അത് ബ്ലഡ് നല്ലോണം ഓടും. ഇതും ചെറുതായിട്ടേ ഓടി വരത്തുള്ളൂ. അന്നേരം അതും ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഗുളികൾ മുടക്കാതെ കഴിക്കണ്ടേ, ബ്ലഡ് പിന്നെ കട്ട് ചെയ്യാതെ. ഒരുപാട് പൈസ ചെലവുണ്ട്. അത് അമ്മ അന്ന് അതുകൊണ്ടാണ് നിർത്തിയത്. അത് ഒരു 10 ഗുളികയ്ക്ക് തന്നെ അത് 460 രൂപ അതുകൊണ്ടൊക്കെ അതിൻ്റെ വില. അന്ന് നമ്മൾ പൈസ കൊണ്ടാണ്ട് അതങ്ങ് മേടിച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ബുദ്ധിമുട്ടായപ്പോഴത്തേനും അത് ഫുള്ളൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പം എൻ്റെ ആരെന്ന് വെച്ചാൽ ഉള്ള കാലം വരെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. പോകുന്നതിന് എപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലം വരെ എനിക്കൊരു കാലിൻ്റെ അത്യാവശ്യമുണ്ട്. അതിനൊരു 10 ദിവസം നടന്നോളെങ്കിൽ ആ 10 ദിവസം നല്ലോണം നടക്കണമെന്നുള്ളൊരു ആഗ്രഹം. എനിക്ക് വണ്ടിയിട്ടൊരു ചായ കുടിക്കാനായാലും ആരും സഹായം ഇറങ്ങി വരണം എന്നൊരു സഹായമുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇനി വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇനി മാറ്റണമെന്നുള്ള ആഗ്രഹം ഒന്നും എനിക്കില്ല. ഒരു 10 ദിവസം നടന്നോളെങ്കിലും ആ 10 ദിവസം സ്വന്തമായിട്ട് നടന്ന് പോയി എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് വേണം. അതിന് വേണ്ടിയത് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ സഹായിക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളും. ഇത് കാണുന്ന സുമനസ്സുകൾ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കില്ലേ ഒരു വെപ്പുകാലിനായി? ഈ മനുഷ്യനും നമ്മളെപ്പോലെ ജീവിക്കട്ടെ.